So welcome to our YouTube channel. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷന്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. അതിനകത്തിൽ നമ്മൾ ഫസ്റ്റിൽ നോക്കാൻ പോകുന്നത് multiplication of a fraction by whole number. അപ്പം ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഹോൾ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇന്ന് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. 2 into 3/7. അപ്പം 2 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ്, 3/7 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം നമ്മൾ 2 into 3 എന്നുള്ളത് എവിടെ എഴുതണം? ന്യൂമറേറ്ററിൽ എഴുതുക. അതിനുശേഷം ഡിവൈഡഡ് ബൈ 7. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 6/7. അപ്പൊ 2 into 3/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6/7 ആണ്. Okay. For example, 5 into 9/11 എന്ന് പറയുന്നു. നമ്മൾ അവിടെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ന്യൂമറേറ്ററിൽ 5 into 9 എഴുതുന്നു, ഡിവൈഡഡ് ബൈ 11 നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുത്തു. 5 into 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ആണ്. സോ 45 ഡിവൈഡഡ് ബൈ 11 ആണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒരു ഹോൾ നമ്പറും ഒരു മിക്സഡ് ഫ്രാക്ഷനും തന്നെന്ന് വിചാരിക്കാം. അപ്പം അതിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഫോർ എക്സാമ്പിൾ 2 into 4 2/5 എന്നൊരു നമ്പർ തന്നു എന്ന് വിചാരിക്കാം. അപ്പം ഇതിനകത്തില് 2 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ്. 4 2/5 എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എന്ത് ചെയ്യാം? നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ എന്ത് ചെയ്യണം? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ്? 2 into, അപ്പം 4 2/5നെ നമ്മൾ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഇംപ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? 4 2/5 is equal to 4 into, നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എന്ത് കൊടുക്കാം? ന്യൂമറേറ്ററിലുള്ള നമ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ നമ്പർ തന്നെ എഴുതുക. 4 into 5 എന്താണ്? 20 ആണ്. 20 പ്ലസ് 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 22/5 ആണ്. സോ ഇറ്റ് ഈസ് 2 into 22/5 എന്നായി. ദാറ്റ് ഈസ് എന്താണ്? നമ്മളൊരു ഹോൾ നമ്പറും ഫ്രാക്ഷനും ആക്കി എടുത്തു. ഇനി എന്ത് ചെയ്യുക? മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ 2 into 22 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കുക. 2 into 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 ആണ്. 44 ഡിവൈഡഡ് ബൈ 5 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. 3 into 2 5/7. ഇതാ നോക്കിക്കേ, 3 into 2 5/7 ആയ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? 2 5/7 is equal to 2 into 7 plus 5 divided by 7 അല്ലെ? 2 into 7 14 ആണ്. 14 plus 5 divided by 7, that is 19/7 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 3 into 19/7. 3 into 19 divided by 7. ഓക്കെ, 19 into 3 എത്രയാണ്? 9 3s are 27. 7 2 3 into 1 3 plus 2 5. So 19 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 ആണ്. So it is 57 divided by 7. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ? ഇനിയും നമ്മൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്
ഓഫ് ഇട്ട് തരുന്നത് അല്ലെ. അത് എന്താണ്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സോ നമ്മൾ അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫ്രാക്ഷൻ ആസ് ആൻ ഓപ്പറേറ്റർ ഓഫ്. ഫ്രാക്ഷൻ ആസ് ആൻ ഓപ്പറേറ്റർ ഓഫ്. ഈ ഓഫ് ശരിക്കും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയുമോ? ഇല്ല. സോ നമുക്ക് നോക്കാം എന്താണെന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 ഓഫ് 10 തന്നു. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇതാ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ കാര്യമാണ്. 1/2 എഴുതുക, ഈ ഓഫിന് പകരം എന്ത് കൊടുക്കുക? അവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കൊടുക്കുക, ഇൻറ്റു 10. അതായത് ഇവിടുത്തെ മീനിങ് എന്താണ്? 10 × 1/2 എത്രയാണെന്ന് കാണാനാണ്. സോ പഴയതുപോലെ 1 × 10 ഡിവൈഡഡ് ബൈ 2. 1 × 10 10 ആണ്. 10/2. 10/2 മീൻസ് ഇറ്റ് ഈസ് 5. അപ്പം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ. നെക്സ്റ്റ് വേണമെങ്കിൽ ഇതാ 1/4 ഓഫ് 16 എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 1/4 ഇൻറ്റു 16. 1 × 16/4. ദാറ്റ് ഈസ് 1 × 16 16 ആണ്. 16/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണ്. സോ വേറൊരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഇപ്പൊ നമ്മളോട് പറയാണ് 3/4 ഓഫ് 36 എന്ന് തന്നു. എങ്ങനെയാ ചെയ്യാം? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 3/4 ഇൻറ്റു 36. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ എഴുതാം. 3 × 36/4 എന്ന് എഴുതാം. ഓക്കെ. 3 × 36 എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ നോക്കിക്കേ. 6 × 3 18 ആണ്. 8 1 3 × 3 9 പ്ലസ് 1 10. 110/4. സോറി 108/4. ഓക്കെ. സോ 108/4 എന്ന് പറയുമ്പോൾ 4 2s are 8. Remainder 2. Bringing 8 down 7 20. സോ നമുക്ക് എന്താണ് അവിടെ? 27 ആൻസർ കിട്ടും. ഇനി നമുക്ക് വേറൊരു രീതിയിൽ കൂടെ ഇത് ചെയ്യാം. ഇങ്ങനെ ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ഔട്ട് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് 3/4 ഇൻറ്റു 36നെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 36/4. നമുക്കറിയാം 4ന്റെ ടേബിളിൽ 36 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 36ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 4 9s are 36. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ 9ഉം കൊടുക്കാം. 4/4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് എന്താണ് റിമൈൻ ചെയ്യുന്നത്? 3 × 9 മാത്രമേ ഉള്ളൂ. സോ 3 × 9 എന്ന് പറയുന്നത് എന്താണ്? 27 ആണ്. സോ ഇതാണ് എന്ത്? ഒരു പ്രോബ്ലത്തിൽ ഓഫ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്? ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി? അവിടെ ക്യാരി ഔട്ട് ചെയ്താൽ മതി. സോ ഇത്രയും പോർഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, താങ്ക് യു.